നെടുമ്പാശ്ശേരിയിൽ ഇന്ന് റദ്ദാക്കിയത് 21 വിമാനങ്ങൾ. നെടുമ്പാശ്ശേരിയിലേക്കുള്ള 20 വിമാനങ്ങളും റദ്ദാക്കിയിരിക്കുകയാണ്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിമാന സർവീസുകളും പുനരാരംഭിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഏതൊക്കെ വിമാന സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്? ഈ ആളുകളുടെ യാത്രക്കാർക്ക് നൽകിയിരിക്കുന്ന അറിയിപ്പുകൾ എങ്ങനെയാണ്? അക്ഷയ, നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇന്ന് ഇപ്പോൾ ഇതുവരെ റദ്ദാക്കിയിരിക്കുന്ന വിമാനങ്ങളുടെ കണക്കാണ് ഇപ്പോൾ സിയാലിന്റെ പബ്ലിക് റിലേഷൻ വിഭാഗം പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ 21 വിമാനങ്ങളാണ്, അതായത് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലോട്ട്, പ്രധാനമായും അബുദാബി, ഖത്തർ, ഷാർജ തുടങ്ങിയ ഈ പ്രശ്നം നടക്കുന്ന, യുദ്ധം നടക്കുന്ന പ്രദേശത്തുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ വിവിധ കമ്പനികളുടെ ഉണ്ട്. എത്തിഹാദ്, എമിറേറ്റ്സ്, അതുപോലെ എയർ അറേബ്യ തുടങ്ങിയ കമ്പനികളുടെ വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. 21 വിമാനങ്ങൾ, അതുപോലെ തന്നെ 20 വിമാനങ്ങൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുന്ന വിമാനങ്ങളുമുണ്ട്. ഈ പ്രശ്നം ബാധിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വിമാനങ്ങളാണ് 20 എണ്ണവും റദ്ദാക്കിയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ 3 വിമാന കമ്പനികൾ മാത്രമാണ് നെടുമ്പാശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്നത്. പ്രധാനമായും ജിദ്ദയിൽ നിന്നും റിയാദിൽ നിന്നും സൗദിയ എയർലൈൻസ് സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്നും ഒമാനിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും ഇന്നിപ്പോൾ സർവീസ് നടത്തുന്നുണ്ട്. ഏതായാലും ആളുകൾക്ക്, ഈ യാത്രക്കാർക്ക് ഒരു അറിയിപ്പ് നൽകുന്നുണ്ട്. കൃത്യമായി അവരുടെ വിമാന കമ്പനികൾ പുറപ്പെടുവിക്കുന്ന, അവർക്ക് ലഭിക്കുന്ന അറിയിപ്പ് പ്രകാരം മാത്രം ആളുകൾ എത്തുക എന്നൊരു അറിയിപ്പും ഇപ്പോൾ ഈ ഒരു സിയാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവിടേക്ക് ആളുകൾ എത്തി അവർക്ക് വിമാനം ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ അവിടെ തങ്ങേണ്ടത് അടക്കമുള്ള മറ്റു കാര്യങ്ങളുടെ ബുദ്ധിമുട്ട് നേരിടും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിമാന കമ്പനികളുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് മാത്രം യാത്രക്കാർ ഇവിടേക്ക് എത്തുക എന്നൊരു അറിയിപ്പ് സിയാൽ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു വിമാനം, അത് വിദേശ രാജ്യത്തു നിന്നും നാട്ടിലേക്ക് വരുന്നത് വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റിൽ കുടുങ്ങിപ്പോയ ആളുകളെ എത്തിക്കുന്ന ഒരു സർവീസ് ഇന്നലെ എത്തിഹാദ് നടത്തിയിരുന്നു. അതുപോലത്തെ സർവീസുകൾ കണ്ടുകൊണ്ട് യാത്രക്കാർ ഇനി കൂടുതൽ സർവീസുകൾ ആരംഭിച്ചു എന്നൊരു തെറ്റിദ്ധാരണ വേണ്ട ഉള്ളത് കൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഇയാൾ അത് പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുള്ളത്. ശരി, വിഷ്ണു പ്രകാശാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് റദ്ദാക്കിയിട്ടുള്ള വിമാന സർവീസുകളെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് വിഷ്ണു നൽകിയത്. യാത്രക്കാർ ശ്രദ്ധിക്കുക.